Next we discuss open set. Subset G subset of Rn is said to be an open set if it contains epsilon neighborhood of each of its points. That is, a subset G subset of Rn is open if and only if whenever x naught belongs to G implies n epsilon of x naught subset of G. That is, a subset G subset of Rn is open if and only if whenever x naught belongs to G, n epsilon of x naught belongs to G. ഒരു സെറ്റ് ജിനെ നമ്മൾ ഓപ്പൺ ആണെന്ന് പറയുകയാണെങ്കിൽ ആ ജി അതിനകത്തുള്ള എല്ലാ പോയിന്റ്സിന്റെയും എപ്സിലോൺ നെയ്ബർഹുഡിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ ഒരു ഓപ്പൺ ആണെന്ന് പറയും. ദാറ്റ് മീൻസ് വെനെവർ ഒരു എക്സ് നോട്ട് ജിനകത്താണ് ഉള്ളതെങ്കിൽ ആ എക്സ് നോട്ടിന്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡിനെ ജി കണ്ടെയ്ൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജിനെ നമ്മൾ ഒരു ഓപ്പൺ സെറ്റ് എന്ന് പറയും. That means G is an open set if it contains the epsilon neighborhood of each of its points. Then G is called an open set. Okay. And a subset K subset of Rn is said to be a closed set. A subset K subset of Rn is said to be a closed set if its complement K complement is open. Rnന്റെ ഒരു സബ്സെറ്റ് കെനെ നമ്മൾ ക്ലോസ്ഡ് സബ്സെറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിലുള്ള ഓരോ പോയിന്റിന്റെയും എപ്സിലോൺ നെയ്ബർഹുഡ് ആ സെറ്റിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇന്റീരിയർ ഓഫ് എ സെറ്റ്. Interior of a set. Interior of a set. A point X belongs to S subset of Rn is said to be an interior point of S. X is said to be an interior point of S if there exists some epsilon greater than 0 such that n epsilon of X contained in S. Then X is said to be an interior point of S. That means a point X is said to be an interior point of the set S if there exists some epsilon greater than 0 such that n epsilon of X contained in S. ഒരു പോയിന്റ് എക്സിനെ ഒരു സെറ്റ് എസിന്റെ ഇന്റീരിയർ പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ ആ എക്സിന്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് ആ എസിനകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ എക്സിനെ നമ്മൾ എസിന്റെ ഇന്റീരിയർ പോയിന്റ് എന്ന് പറയും. The set of all interior point of S is called the interior of S. ഇത്തരത്തിലുള്ള എല്ലാ ഇന്റീരിയർ പോയിന്റും ഒരു സെറ്റ് എസിന്റെ എല്ലാ ഇന്റീരിയർ പോയിന്റിന്റെയും സെറ്റ് the set of all interior points of S is called the interior of S and is denoted by interiors. That means interiors എന്ന് പറഞ്ഞാൽ the set of all interior point of S. Okay, thus X belongs to interiors if and only if n epsilon of X subset of S for some epsilon greater than 0. അല്ലേ, അതായത് ഒരു പോയിന്റ് എക്സ് എന്ന് പറയുന്നത് ഇന്റീരിയസിൽ ഉണ്ടെങ്കിൽ, ഇന്റീരിയസ് മീൻസ് എക്സ് എന്ന് പറയുന്നത് എസിന്റെ ഇന്റീരിയർ പോയിന്റ് ആണെങ്കിൽ അതിന്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് എസിനകത്ത് ഉണ്ടാവും. ഇനി തിരിച്ച് ഒരു പോയിന്റിന്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് എസിനകത്ത് ഉണ്ടെങ്കിൽ ആ പോയിന്റിനെ ആ സെറ്റിന്റെ ഒരു ഇന്റീരിയർ പോയിന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു റിസൾട്ട് കൂടി കിട്ടും. എന്താണ്? ഇന്റീരിയസ്, ദാറ്റ് ഈസ് ദ ഇന്റീരിയർ ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണെന്ന് കിട്ടും. അല്ലെ, നമ്മളിപ്പോ തൊട്ട് മുമ്പ് ഓപ്പൺ സെറ്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചിട്ടേ ഉള്ളൂ. ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ whenever some x belongs to that set, then the epsilon neighborhood of that point must belongs to that point. ഇവിടെ അത് തന്നെയാണ്. ഈ ഇന്റീരിയർ ഓഫ് എസിനകത്ത് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് ഇതിനകത്ത് കണ്ടെയ്ൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇന്റീരിയസ്
എന്ന് പറയുന്നത് ഇന്ത്യസ് ഈസ് ഓൾവേസ് ആൻ ഓപ്പൺ സെറ്റ്. ഇന്ത്യസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി തിരിച്ച് an open set is contained in its interior. ഒരു ഓപ്പൺ സെറ്റ് എടുത്താലും അത് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്സ് ഇന്റീരിയറിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, a set is subset of Rn is open. A set is subset of Rn is open if and only if S equals integers. A subset of Rn is open if and only if S equals integers. ഒരു സെറ്റ് എസിന് ഓപ്പൺ ആണെന്ന് പറയുകയാണെങ്കിൽ എസ് ഈക്വൽസ് ഇൻറ്റു എസ് ആയിരിക്കും. ഇനി കോൺവേഴ്സ്ലി എസ് ഈക്വൽസ് ഇൻറ്റു എസ് ആണെങ്കിൽ ആ സെറ്റ് എസ് ഓപ്പണും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ, ക്ലോഷർ ഓഫ് എ സെറ്റ്. ക്ലോഷർ ഓഫ് എ സെറ്റ് നമ്മളിപ്പോൾ ഇന്റീരിയർ പഠിച്ചു. നെക്സ്റ്റ് ക്ലോഷർ. Closure of a set. Let a subset of R. A point X is said to be a cluster point or accumulation point of S. A point X is said to be a cluster point or accumulation point. Accumulation point of S if every neighborhood of X contains a point of S other than X. അതായത് ഒരു പോയിന്റ് എക്സിനെ ഒരു സെറ്റ് എസിന്റെ ക്ലസ്റ്റർ പോയിന്റ് ഒരു അക്കുമുലേഷൻ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ എക്സിന്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും ആ നെയ്ബർഹുഡിനകത്ത് എസിന്റെ എക്സ് അല്ലാത്ത മറ്റൊരു എലമെന്റ് കൂടി വേണം. അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് എങ്കിലും വേണം. അങ്ങനെയെങ്കിൽ ഈ എക്സിനെ എസിന്റെ ക്ലസ്റ്റർ പോയിന്റ് or accumulation point എന്ന് പറയും. That is, a point X is said to be a cluster point or accumulation point of the set S if every neighborhood of X contains a point of S other than X. Okay. Next, the closure of S. Closure of S നെ നമ്മൾ CLS എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. Closure of S is equal to CLS. CLS or closure of S is the union of S and the set of all cluster points of S. Points of S. This is closure of S. That is, closure of S is the union of S and the set of all cluster points of S. ഈ സെറ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിന്റ്സിനെ നമ്മൾ എസ് സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. എസ് സ്റ്റാർ. സോ ക്ലോഷർ ഓഫ് എസ് ഈക്വൽസ് എസ് യൂണിയൻ എസ് സ്റ്റാർ. ഒരു സെറ്റും ആ സെറ്റിന്റെ എല്ലാ ക്ലസ്റ്റർ പോയിന്റ്സും ഓർ എല്ലാ അക്കുമുലേഷൻ പോയിന്റും കൂടി ചേർന്നതായിരിക്കും ക്ലോഷർ ഓഫ് എസ് എന്ന് പറയുന്നത്. ക്ലോഷർ ഓഫ് എസ് ഈസ് ദ യൂണിയൻ ഓഫ് എസ് and the set of all cluster points of S. അതുകൊണ്ട് തന്നെ some X belongs to closure of S if and only if n epsilon of X intersection S not equal to 5. അതായത് whenever X belongs to closure of S, then n epsilon of X intersection X must be non-empty. ഇത് നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. കാരണം സപ്പോസ് എക്സ് ക്ലോഷർ ഓഫ് എക്സിലുണ്ടെന്ന് സപ്പോസ് ചെയ്യാം. എക്സ് ക്ലോഷർ ഓഫ് എക്സിലുണ്ടെങ്കിൽ then either X belongs to S or X is a cluster point of S. അങ്ങനെ X എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ എക്സിന്റെ ഏതൊരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിലും ആ നെയ്ബർഹുഡിനകത്ത് എക്സ് അല്ലാത്ത എക്സിന്റെ ഒരു എലമെന്റ് ഉണ്ടാവും അല്ലേ? സോ എന്തായാലും എക്സ് അല്ലാത്ത ഒരു എലമെന്റ് എസിന്റെ ഉണ്ടാവും. സോ ദിസ് മസ്റ്റ് ബി നോൺ എംപ്റ്റി ആയിരിക്കും. ഇനി തിരിച്ചു നോക്കിയാല് എൻ എപ്സിലോൺ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ എസ് നോൺ എംപ്റ്റി ആണെന്ന് വിചാരിക്കുക. ഈ രണ്ടിടത്തിലും കൂടി ഒരു പോയിന്റ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ഒന്നെങ്കിൽ എസിന്റെ പോയിന്റ് ആയിരിക്കും അല്ലെങ്കിൽ എസിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു ക്ലോഷർ ഓഫ് എസ് ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് അല്ലേ?
റിസൾട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പഠിച്ചായിരുന്നു ഒരു സെറ്റ് എസിനെ ഒരു ഓപ്പൺ സെറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ സെറ്റ് എസ് ഈസ് സെറ്റ് ടു ബി an ഓപ്പൺ സെറ്റ് if and only if S equals interior of S. അതായത് നമ്മൾ പഠിച്ചിരുന്ന S is open if and only if S equals interior of S. Similarly, നമ്മളൊരു ക്ലോസ്ഡ് സെറ്റ് ആവുന്നതിന്റെ ഒരു റിസൾട്ട് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. A subset S in Rn is closed. S is closed if and only if S equals closure of S. S is closed if and only if S equals closure of S. ഈ ക്ലോഷർ ഓഫ് എസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും അല്ലേ? ക്ലോഷർ ഓഫ് എസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ഡെഫിനിഷൻ കിട്ടിയിട്ട് രണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സെറ്റ് ഓപ്പൺ ആവും if and only if S is equal to interior and S is closed if and only if S is equal to closure of S. Okay. Next, boundary of a convex set. Boundary. Let a subset of R. A point X is called a boundary point of S. A point X is called a boundary point of S if every epsilon neighborhood of X contains a point of S as well as a point not in S. അതായത് ഒരു പോയിന്റ് എക്സിനെ ബൗണ്ടറി പോയിന്റ് ഓഫ് എസ് എന്ന് പറയണമെങ്കിൽ ഈ എക്സിന്റെ ഏതൊരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിലും ആ നെയ്ബർഹുഡിനകത്ത് എസിന്റെ ഒരു പോയിന്റ് വേണം as well as a point not in S. എസിനകത്ത് ഇല്ലാത്ത ഒരു പോയിന്റ് കൂടി വേണം. അങ്ങനെയാണെങ്കിൽ എക്സിനെ ബൗണ്ടറി പോയിന്റ് ഓഫ് എസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay. The set of all boundary points of a set is called a boundary of S. ഇത്തരത്തിലുള്ള boundary points in the collection. The set of all boundary points of S is called boundary of S and is denoted by dou S. This means boundary of S. Boundary of S. It follows from the definition that whenever X belongs to dou S, X belongs to dou S if and only if X belongs to closure of S and X belongs to closure of complement of S. ഇത് നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് ക്ലിയർ ആണ്. That means X belongs to dou S means X is a boundary point of S. അല്ലേ? By the definition, if X is a boundary point of X, then every neighborhood of X contains a point of S as well as a point not in S. അതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറിയിലെ പോയിന്റ് ആണെങ്കിൽ ആ എക്സ് ഒന്നുകിൽ ക്ലോഷർ ഉണ്ടാവും അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് എസിന്റെ ക്ലോഷർ ഉണ്ടാവും. അതായത് എ പോയിന്റ് നോട്ട് ഇൻ എസ്. സോ ദിസ് ഡെഫിനിഷൻ ഈസ് ക്ലിയർ from the definition of boundary. Okay, so this enables us to say that dou S equals closure of S intersection closure of complement of S. ഇനി നമുക്ക് മൂന്ന് ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് വൺ ഒന്ന് വെരിഫൈ ചെയ്യാം. നമുക്ക് ഈ റിസൾട്ടാണ് വെരിഫൈ ചെയ്യേണ്ടത്. That is, we want to verify that dou S equals closure of S intersection closure of complement of S. That S equals open interval AB, T equals closed interval AB. Then this is open set, T is a closed set. And integers. Since S is an open set, integers equals S. Since T is a closed set, closure of T equals T. Now, closure of S. Closure of S means
the union of S and its cluster points. Union of S and its cluster point. അപ്പോൾ CL of S എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, അതിന്റെ ക്ലസ്റ്റർ പോയിന്റ്സ് കൂടി ആഡ് ചെയ്യും. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിരിക്കും. ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ടി ആണ്. സോ ദിസ് ഈസ് ടി. ആൻഡ് interior of T. Interior means the set of all interior points of T. ഇതിന്റെ set of all interior points എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ എ ബി ആണ് അല്ലെ. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിന്റെ ഇന്റീരിയർ പോയിന്റ്സ് ഓപ്പൺ ഇന്റർവൽ എ ബി ആണ്. ദാറ്റ് ഈസ് എസ്. Now dou S. Dou S means boundary of S. What is the boundary of S? A comma B. Similarly, what is the boundary of T? A comma B. So dou T. We want to verify this. Now, നമുക്ക് dou S A comma B ആണെന്ന് കിട്ടി. ഇനി closure of S equals T. This T intersection closure of complement of S. ഇതിലില്ലാത്തതിന്റെ ക്ലോഷറിന്റെയും Tന്റെയും ഇന്റർസെക്ഷൻ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഓപ്പൺ ഇന്റർവൽ എ ബി തന്നെയാണ് ആയിരിക്കില്ലേ. സിമിലർലി ഡോ ടി കിട്ടുകയാണെങ്കിലും ക്ലോഷർ ഓഫ് ടി ഇന്റർസെക്ഷൻ ക്ലോഷർ ഓഫ് കോംപ്ലിമെന്റ് ഓഫ് ടി ആയിരിക്കും. ഇനിയുള്ളത് ഒരു തിയറും അതുപോലെ ഒരു രണ്ട് കൊറോളറിയാണ്. We can discuss in the next class. Thank you.